വലിയൊരു കാര്യമാണ്, പുറത്തെ കാര്യമാണ് അകത്ത് വന്ന് ഈ ശൈത്യ പറയുന്നത്. PR കാര്യം എടുത്ത് പോയിടാണ്. നിന്നെ ഈ കൊടുത്ത അതേ ആൾക്കാണ് ഞാനും PR കൊടുത്തത്, എന്നിട്ട് എന്നെ നിന്നെ വെച്ച് കട്ടപ്പാന്നാക്കിയിട്ട് എന്നെ മാക്സിമം ഡീഗ്രേഡ് ചെയ്യാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് എല്ലാം PR ഇതെല്ലാം കുറ്റം അനുമോളുടെ തലയെ കൊണ്ട് വെക്കുന്നുണ്ട്. ബാക്ക് സ്റ്റാബ് ഒട്ടും ചെയ്യുന്നില്ല ശൈത്യ. പിന്നെ ഞാൻ ഇപ്പോഴും നിന്റെ ആത്മാർത്ഥ സുഹൃത്താണ്, എനിക്ക് ആത്മാർത്ഥ സുഹൃത്തായിട്ട് നിന്നെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ അവിടെ ശൈത്യ പറയുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ശൈത്യ ഇമോഷണലായിട്ട്. പക്ഷെ സത്യം പറയാം, ശൈത്യ ഇപ്പോഴാണ് ശരിക്കും കട്ടപ്പയായത്. അങ്ങനെ ഒരു ആത്മാർത്ഥ സുഹൃത്താണെങ്കിൽ എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറയും, ശൈത്യ ഇപ്പോഴാണ് കട്ടപ്പയായത്. ഞാൻ പറയാം സീരിയസ്ലി. എന്താന്ന് വെച്ചാൽ ഇങ്ങനെ വന്നിട്ട് അവരുടെ ഗെയിം കഴിഞ്ഞു, ഇവരുടെ ഗെയിം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസ് ഇവരെ കയറ്റി വിടുന്നതിന് ഒരു പർപ്പസും ഉണ്ട്. പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ലെന്ന് പറഞ്ഞാലും എങ്ങനെയെങ്കിലും അറിഞ്ഞിട്ട് ഒരു ഇത് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് നോക്കുന്നത്, കണ്ടന്റ് ക്രിയേറ്റ് തന്നെയാണ് ബിഗ് ബോസ് നോക്കുന്നത്. അതാണ് ബിഗ് ബോസ് ഒരു വാണിംഗ് പോലെ കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല, അവിടെ നിന്ന് എപ്പിസോഡ് കേട്ടില്ല, ലൈവിലുണ്ടോന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ വെച്ചിട്ട് ശൈത്യം ഇങ്ങനെ മനഃപൂർവ്വം അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. മനഃപൂർവ്വം അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലൂടെ തന്നെയാണ് ശൈത്യ വന്നിട്ടുള്ളത്.